വീണ്ടും ഗ്രേസ് ചേച്ചിയായിട്ട് എത്തിയിരിക്കുകയാണ്. ഗ്രേസ് ചേച്ചി, ഹലോ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഇത്രയും നാൾ നമ്മൾ ഗ്രേസ് ചേച്ചി നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് നോൺ വെജ് ഐറ്റംസ് ആയിരുന്നു. ഇന്നിതേ ഫുൾ കുറേ പച്ചക്കറി ഐറ്റംസ് ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഐറ്റം ആണ് നമുക്ക് പ്രതീക്ഷിക്കാം. ചേച്ചി, എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത്? വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ കുറുമ. എന്താണ് ചേച്ചിയുടെ വെജിറ്റബിൾ കുറുമയുടെ പ്രത്യേകത? ഇപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ കൊണ്ട് എല്ലാ പലഹാരങ്ങൾക്കും ഈ കുറുമ കഴിക്കാം. എല്ലാ പലഹാരങ്ങളെന്ന് പറയുമ്പോൾ ദോശ, ഇഡലി, പുട്ട്, ഇടിയപ്പം, അതായത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്ര 3 കൂട്ടം വെജിറ്റബിൾ എടുത്തിട്ടുള്ളൂ. ഇതിൽ ഗ്രീൻ പീസോ വേറെയുള്ള എന്തൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ചേച്ചി ഉണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പോൾ 3 കൂട്ടം ഉണ്ടെങ്കിലും മാത്രമേ എടുക്കുന്നുള്ളൂ. അത് മാത്രമാണ് പ്രത്യേകത, അതോ വേറെ എന്തെങ്കിലും പൊടി മസാല? ജീരകം, ചെറിയ ജീരകം അരച്ചിട്ടാണ്, തേങ്ങയും ചെറിയ ജീരകവും കൂടി പച്ചമുളകും കൂട്ടി അരച്ചിട്ടാണ് നമ്മളിത് കറിയിലേക്ക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടിയാണ്. അതാണ് അപ്പോൾ ചേച്ചിയുടെ വെജ് കുറുമയുടെ പ്രത്യേകത. അപ്പോൾ നമുക്ക് വെജ് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? വെജിറ്റബിൾ അരിയാം. ഇങ്ങനെ മരിയാം. ആദ്യം കാണിച്ച പോലെ മരിയാം. ഇതാണ് ഇച്ചിരി എളുപ്പം. ഇതാണ് എളുപ്പം. വെജിറ്റബിൾ കുറുമയ്ക്കുള്ള വെജിറ്റബിൾ അരിഞ്ഞു കഴിഞ്ഞു. ഇത് നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലോ ചേച്ചി. കളർഫുള്ളാണ്. നല്ല രസമുണ്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് കാണാൻ. അപ്പോൾ ഇനി നമ്മൾ ചട്ടി വെക്കാൻ പോവായിരിക്കും അല്ലേ? ചട്ടി. ചൂടാണ്. നമ്മൾ ഇതിനകത്ത് കടുക് പൊട്ടിക്കത്തില്ല. കടുകിന് പകരം കടുക് വേണ്ട. വെജിറ്റബിൾ കുറുമയിൽ സ്റ്റൂയിലും കടുക് വേണ്ട. ശരി, മതി. കറിവേപ്പില, ഇത് ഈ മുളക് രണ്ടായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട പച്ചമുളക് അല്ലേ? അത് എരിവിന് വേണ്ടിയിട്ടല്ല, വെറുതെ ഒരു കാണാൻ ഭംഗി. എരിവ് മുളക് ഇതിൽ അരച്ചിട്ടുണ്ട്, ഭംഗിക്ക് വേണ്ടി ഒരു ഇതിനല്ലേ. ചെറുതീയിൽ വെച്ചിട്ടാണോ ഇത് നമ്മൾ? ചെറുതീ വേണ്ട, നല്ല തീ തന്നെ വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഇട്ട് വഴറ്റണം. പച്ചമുളകും കരിയാപ്പിലയും വഴന്ന് കഴിയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. വഴറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വഴറ്റലിൽ നമ്മളുടെ ഈ വെജിറ്റബിൾസ് വേകും. ശകല ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇത് വഴന്ന് തരാൻ എത്ര നേരം എടുക്കും? ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരും. 5 മിനിറ്റ് എടുക്കും. ശകല ഉപ്പിട്ട് കഴിയുമ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് കുറച്ച് നേരം ഇളക്കി ഇത് വഴഞ്ഞ് കഴിയുമ്പോൾ മൂടി വയ്ക്കും. മൂടി വെച്ചാൽ ഇപ്പോൾ ചെറുതീയിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. ഗ്രേസ് ചേച്ചി ഒരുപാട് പേർക്ക് അന്നം വിളമ്പിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആ പ്രവർത്തനം തുടരുന്നുണ്ടോ? ഒരുപാട് പേർക്കില്ല, 2 പേര് 3 പേരൊക്കെ ഇപ്പോൾ ഉള്ളൂ. അതെന്താണ്? നേരത്തെ ഒരുപാട് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നാണ് കഴിക്കുന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ സ്ഥലം മാറിപ്പോയതുകൊണ്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. 25 പേര് 30 പേരൊക്കെ വെച്ചുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമാണ് ആൾക്കാരില്ല.
ഇപ്പോൾ ആൾക്കാർ വരുമ്പം പ്രത്യേകിച്ച് ചേച്ചിയോട് എടുത്തു ചോദിക്കുന്ന ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി ഇതുണ്ടാക്കി തന്ന ഫിഷ് കറിയും ഫിഷ് വറുത്തതും ബീഫുമാണ്. ഫിഷ് ഐറ്റം ആണ് ചേച്ചിയുടെ മെയിൻ. ചിക്കൻ ആർക്കും വേണ്ട. ചിക്കൻ്റെ വിഭവങ്ങളോ വേണ്ട. ഫിഷ് ഉണ്ടാക്കാറില്ല. ഫിഷിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമയൊക്കെ എങ്ങനെയാണ്? വെജിറ്റബിൾ കുറുമയൊക്കെ ഡെയിലി ഉണ്ടാക്കും. എന്നും രാവിലെ വെജിറ്റബിൾ സ്റ്റൂ, വെജിറ്റബിൾ കുറുമ, അങ്ങനെ എല്ലാ ഗ്രീൻ പീസ് കറി, കടലക്കറി, അതൊക്കെ ഡെയിലി പോകുന്നുണ്ട്. ഈ ഒരുപാട് പേര് വന്നുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചി എങ്ങനെയാണ് തന്നെയല്ലേ കുക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അതോ സഹായത്തിന് ആരെങ്കിലും അരിഞ്ഞു തരാനൊക്കെ എനിക്ക് കൂട്ടുകാരികൾ വരും സഹായത്തിനായാലും ഒക്കെ? അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നേരത്തെ പുറത്തുനിന്ന് ഞാൻ എത്ര പേര് കഴിക്കാൻ വന്നാലും പുറത്തുനിന്ന് ആള് വരാറില്ല. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് എന്നും 4 മണിക്ക് എണീക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? രാവിലെ എണീറ്റ് എല്ലാവർക്കും ഉള്ള വിഭവങ്ങൾ ഗ്രേസ് ചേച്ചി തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ചേച്ചി കറി റെഡി ആയിട്ടുണ്ടോ? കറി റെഡിയായി. അടുത്ത് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ജീരകവും കൂടി അരച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് അത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലേ ഓൾറെഡി. അപ്പോൾ നമുക്ക് അത് ഒഴിക്കാണ്. ഒഴിക്കാം. വേണ്ടവർക്ക് വെള്ളം ഒഴിക്കുക. പക്ഷെ ഇതിപ്പോൾ കണ്ടോ ഒരു ചട്നിയുടെ മോഡലുണ്ട്. അതാണ് ദോശ ഇഡലി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതിൽ ശരിക്കും കുറുമയെന്ന് പറഞ്ഞാൽ ഒരുപാട് ചാറുള്ളൊരു കുറുമയല്ല ഇത്, മനസ്സിലായോ? ഇതിപ്പോൾ കണ്ടോ പെട്ടെന്ന് റെഡിയാക്കണം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വൈകിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഈ ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്ക് ഏത് പലഹാരം വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. എളുപ്പമുള്ളൊരു ഡിഷും കൂടി. എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടവും. ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കൂടെ അടുപ്പൊക്കെ വെച്ച് മൂടി വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയായി. കറി റെഡി ആകുമ്പോഴത്തേക്കും ചേച്ചി എനിക്കുള്ളൊരു കൗതുകമാണ്, ഇത് നമ്മുടെ തൊട്ട് പുറകിലായിട്ട്, അതായത് ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്തൂടാണ് ഒരു പാലം കടന്നു പോകുന്നത്. പാലത്തിൻ്റെ പേര് എടമ്പാടം പാലം. അപ്പോൾ ഈ പാലം എങ്ങനെയാണ് ചേച്ചിയുടെ വീടിൻ്റെ മുറ്റത്തൂടി തന്നെ ഇങ്ങനെ ഒരു പാലം പോകാൻ? അത് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാമമാണ് വരാപ്പുഴയിൽ. പ്രത്യേകിച്ച് വേറൊരു വഴിയും ഇല്ല. ഇതിൽ എങ്ങോട്ട് പോയാലും പുഴയാണ്. തിരിച്ച് എവിടെ പോയാലും ഏത് വശത്തൂടെയും വഞ്ചി ഇറങ്ങണം. അപ്പോൾ വഞ്ചി ഇറങ്ങാൻ പേടിയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു മുമ്പൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പാലത്തിന് വേണ്ടി സർക്കാർ പാലത്തിന് വേണ്ടിയിട്ട് സമ്മതിക്കുക. ഇവിടെ കുറച്ച് പേരുടെയൊക്കെ സ്ഥലവും വീടും ഒക്കെ അതിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു. പാലം വന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചി വിട്ടുകൊടുത്തു. ഇപ്പോൾ എടുക്കാനായിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ച് എല്ലാം കഷ്ണങ്ങളൊക്കെ പാകമായി കഴിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നിർത്തണോ? വേണ്ട. ടേസ്റ്റ് ചെയ്യാറായി. അപ്പോൾ നല്ല ചൂട് വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ രുചിച്ച് നോക്കാം അല്ലേ? അപ്പോൾ കുറച്ചെടുത്തിട്ട് നല്ല ചൂടുണ്ട്. കൊള്ളാം ചേച്ചി പറഞ്ഞത് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു വിഭവം. പക്ഷേ അതിന് പെട്ടെന്ന് റെഡിയാക്കിയത് നമുക്ക് പറയത്തില്ല. ആ ടേസ്റ്റുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചേരുവകളെല്ലാം ചേർന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സാധനം തന്നെയാണ് വെജിറ്റബിൾ കുറുമ. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ആ ടേസ്റ്റും അറിയാനുണ്ട്. അപ്പോൾ നല്ലൊരു വെജ് കുറുമ ഉണ്ടാക്കി തന്നു ചേച്ചി. ഇനി പുതിയ ഐറ്റംസ് ഞങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇതുപോലെ? പറഞ്ഞുതരാം. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടാറ്റാ.